5 പ്രധാനപ്പെട്ട തത്വങ്ങൾ അദ്ദേഹം ഈ മറ്റു മതസ്ഥരുമായുള്ള സംവാദത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, മറ്റു മതങ്ങളുടെ സംഭാഷണത്തിൽ, സമീപനത്തിൽ നാം വിനീതരാവണം. വലിയേട്ടൻ ചമയരുത്, ഞാൻ വലിയേട്ടനാണെന്ന് വിചാരിക്കരുത്, വിനീതരാകണം. സമഭാവനയും സാഹോദര്യഭാവവും പുലർത്തണം. മറ്റു മതങ്ങളുമായിട്ടുള്ള മതസ്ഥരുമായിട്ടുള്ള സംഭാഷണങ്ങളും സഹവർത്തിത്വത്തിലുമെല്ലാം ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. 2, വി മസ്റ്റ് ബി ഓപ്പൺ. നമ്മൾ ഉള്ളു തുറക്കണം, സംശയം പാടില്ല. നല്ല കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കണം, പരസ്പരം സ്വീകരിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കാര്യം. 3ാമത് അദ്ദേഹം പറഞ്ഞു, മറ്റു മതസ്ഥരുമായുള്ള ബന്ധങ്ങളിൽ ആത്മാർത്ഥത വേണം, കപടത പാടില്ല. ഈ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് എല്ലാവരും ആചാരനാകും, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ പലരും കണ്ടടയ്ക്കും എന്ന് പിതാവ് പറയാണ്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് പാടില്ല. അപ്പോൾ ഈ ഡൈക്കോട്ടോമി ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് ആക്ഷൻ, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വ്യത്യാസമുണ്ടല്ലോ, അതൊരിക്കലും ഇതിനകത്ത് പാടില്ല. 4ാമത് അദ്ദേഹം പറയുന്നു, പ്രാർത്ഥനാ ചൈതന്യത്തോടു കൂടി വേണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. തൻ്റെ മക്കളായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഏകയോഗമായി അർപ്പിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ദൈവം സന്തുഷ്ടനാകും. അതുകൊണ്ട് നമ്മൾ ചില ചാട്യങ്ങൾ പിടിക്കരുത്. പൊതുവായി സ്വീകരിക്കാവുന്ന വാക്കുകളെ സ്വീകരിക്കാവുള്ളൂ. അത്ര സന്ദർഭങ്ങളെന്ന് പറയായിരുന്നു. ഈ ഗീതാ മുഖർജി എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി മദർ തെരേസയുടെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു, ചെറുപ്പം മുതലേ. അപ്പോൾ ഗീതാ മുഖർജി വന്ന് വൈകുന്നേരം വന്ന്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, അപ്പോൾ വരുമ്പോൾ മദർ തെരേസ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവള് 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവള് മദറിനോട് ഗീത ഒരു സംശയം ചോദിച്ചു. മദറേ, എത്രയോ കാലമായി ഞാൻ ഇവിടെ വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ദൈവം ജീസസ് അല്ലേ, എന്തുകൊണ്ടാണ് മദർ പ്രാർത്ഥിക്കുമ്പോൾ ജീസസ് എന്ന പദം ഉപയോഗിക്കാത്തത്? ഓൾമൈറ്റി എന്നുള്ള പദമാണല്ലോ ഉപയോഗിക്കുന്നത്, ദൈവം എന്നുള്ള ഒരു പദമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം മദർ മറുപടി പറഞ്ഞു, മോളെ, ഞാനും നീയും വ്യത്യസ്തമായ വിശ്വാസങ്ങളിലുള്ളവരാണ്, പക്ഷെ നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. ഞാനും നീയും ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, പ്രത്യേകമായ ഒരു പദം വെച്ച് പ്രാർത്ഥിക്കുന്നതിലല്ല എന്ന് മദർ മറുപടി പറഞ്ഞു. ആ പെൺകുട്ടി MA കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായി, ആരുടെയും പ്രേരണയില്ലാതെ. ആ പെൺകുട്ടി പറഞ്ഞു, മദർ അനുഭവിക്കുന്ന ഈശോനെ എനിക്കും അനുഭവിക്കണം. അങ്ങനെ അവൾ ക്രിസ്ത്യാനിയായി. പ്രിയമുള്ളവരെ, ഇതായിരുന്നു പാറക്കാട്ടി പിതാവിൻ്റെ ദർശനം. ഈ മതസൗഹൃദ സമ്മേളനങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ അനാവശ്യമായ പദങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, പൊതുവെ സ്വീകാര്യമായ പദങ്ങൾ ഉപയോഗിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 5ാമത്തത്, മനുഷ്യരുടെ ഇടയിൽ കോട്ടകൾ കെട്ടരുത്, ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് 1970 FABC എന്ന സംഘടന ഉണ്ടാകുന്നത്, ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ്. അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ഒരു പ്രതിജ്ഞ നടത്തി. ആ പ്രതിജ്ഞ ഉണ്ടാക്കുന്നതിൽ പാറക്കാട്ടി പിതാവിന് ഗണ്യമായ പങ്കുണ്ടായിരുന്നു. അത് 25/11/1970 മനിലയിൽ വെച്ച് ഈ മെത്രാന്മാർ നടത്തിയൊരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഇങ്ങനെയാണ്: ഏഷ്യയിലെ മറ്റു മതങ്ങളിലുള്ള സഹോദരന്മാരുമായി തുറവിയോടും ആത്മാർത്ഥതയോടും കൂടെ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. നമ്മെ ആധ്യാത്മികമായി സമ്പുഷ്ടരാക്കുവാൻ, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും സമഗ്ര പുരോഗതി നേടാനുമുള്ള യജ്ഞത്തിൽ മറ്റു മതസ്ഥരോടൊത്ത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ഈ സഹവർത്തിത്വം നമ്മെ സഹായിക്കട്ടെ. ഇത് മെത്രാന്മാരെടുത്ത പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന മെത്രാന്മാർ നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടെത്ര സുന്ദരമായേനെ. പാറക്കാട്ടി പിതാവ് CBCയുടെ പ്രസിഡൻ്റായിരുന്നു. നമുക്കിപ്പോഴും ഒരു CBCയുടെ പ്രസിഡന്റ് മലയാളിയായിട്ടുണ്ട്. ഈ പ്രതിജ്ഞ അദ്ദേഹം ഒന്ന് ആവർത്തിച്ച് വായിക്കുകയും അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും ചെയ്താൽ നമ്മുടെ സഭയുടെ ചിത്രം മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് പാറക്കാട്ടി പിതാവ് ഉയർത്തിയ സമുന്നയത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ശൈലി നിത്യജീവിതത്തിൽ നാം അവലംബിക്കണം. ഇവിടെ കാർഡിനൽ ന്യൂമാൻ്റെ പ്രാർത്ഥന, ആ പാട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണിത് ഇവിടെ ഈ സമ്മേളനം ആരംഭിച്ചത്. കർദിനാൾ ന്യൂമാൻ നമ്മുടെ കർദിനാൾ പാറക്കാട്ടിൽ പിതാവിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ന്യൂമാൻ്റെ ദർശനവും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട്, മെൻഡിങ് വാൾ. നമ്മുടെ +2 പിള്ളേർക്ക് അത് പഠിക്കാനുണ്ട്. ആ കവിതയിൽ 2 വരി ഇങ്ങനെയാണ്: ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് ഫാളിങ് ഇൻ ആൻഡ് വാട്ട് ഐ വാസ് ഫാളിങ് ഔട്ട്.
ഒരു മതിൽ കെട്ടുന്നതിന് മുൻപ് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എന്താണ് ഈ മതിൽ കെട്ടി അകത്താക്കുന്നത്, ഞാൻ എന്താണ് ഈ മതിൽ കെട്ടി പുറത്താക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഇന്നും മതങ്ങൾ വലിയ വലിയ മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്തിരിക്കുന്നവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി പുറത്തിരിക്കുന്ന ആളുകളോടുള്ള ഭയം ജനിപ്പിക്കുകയും അങ്ങനെ വലിയ വലിയ മതിൽക്കെട്ടിനുള്ളിൽ അകത്തിരിക്കുന്നവരുടെ സുരക്ഷിതത്വം തേടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. വല്ലാത്തൊരു സത്വബോധം ഇന്ന് മതങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇടിച്ചു നിന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അകാരണമായ ഭയം നിമിത്തം ഒരു അകാരണമായ സത്വബോധത്തിൻ്റെ തടവറയിലാണ് ഇന്ന് മതങ്ങൾ പലതും. മതങ്ങൾ തമ്മിലും മതങ്ങൾക്കുള്ളിലുള്ള വിഭാഗങ്ങൾ തമ്മിലും ഈ സംശയത്തിൻ്റെ മതിലുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കവി അവസാനം പറയുന്നു, നമുക്കൊരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം, മതിലുകൾ പൊളിക്കാനുള്ള പ്രക്രിയ. പ്രിയമുള്ളവരെ, പാറക്കാട്ടി പിതാവിൻ്റെ ഈ സ്മരണ നമ്മെ ഉണർത്തുന്നത് ഈ മതിലുകൾ പൊളിക്കാനുള്ള പ്രക്രിയയാണ്. ആ മതിലുകൾ നമ്മുടെ മനസ്സുകളിൽ നിന്നും ഈ മതിലുകൾ പൊളിച്ചു മാറ്റുകയും വിശ്വമാനവ സാഹോദര്യത്തിലേക്ക്, യൂണിവേഴ്സൽ ബ്രദർഹുഡിലേക്ക് വളരുകയും ചെയ്യുക എന്നതാണ് പാറക്കാട്ടിൽ പിതാവിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്കിതിൻ്റെ അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്, ജയ് ഭാരത്.